ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ സംസാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ഞാനും എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കും കേട്ടോ. കാരണം എല്ലാവരും ഇപ്പം എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് സുഖമാണോ ചേച്ചി, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് അത് ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ എങ്ങനെയാ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എൻഗേജ്മെൻറ്റ് ചേട്ടൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ 8:15 എങ്ങോണ്ടോ വീട്ടിൽ നിന്ന് വണ്ടി ട്രാവലർ ഉണ്ടാവും, അതിലെല്ലാവരും പോകും. അപ്പോൾ നമ്മൾ പട്ടാമ്പിയാണ്. ഞങ്ങൾ രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് പുറപ്പെട്ട് ചായയൊക്കെ കുടിച്ചോട്ടെ. എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഇട്ട ബ്ലൗസൊക്കെ ഇല്ലേ, ധാവണിയൊക്കെ പുലർച്ചെ കിട്ടിയത് കയ്യിൽ കേട്ടോ. കൊളാബിൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പുലർച്ചെയായിരുന്നു കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എനിക്ക് വേഗം ഞങ്ങൾ ഇഡ്ഡലി ആട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാമ്പാർ തലേന്നത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് പുറപ്പെട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. 7:30 കേട്ടോ. രാവിലെ 7:30ക്കാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണത് കേട്ടോ. അങ്ങനെ 8 മണിയോട് കൂടി കറക്റ്റ് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് എൻ്റെ നാട്ടിലെത്തി, പുതുരുത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. കുറേ പേര് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കാണുന്ന പോലെ തന്നെ സംഭവം കിഡുമായിട്ടാണ് കേട്ടോ. ഇതെനിക്ക് കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ സെയിം ആ ഒരു ബ്ലാക്ക് ചുരിദാർ തന്നിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇതുപോലെ തന്നെ കഴുത്തുകൂടെ ഇങ്ങനെ കെട്ടണ ഐറ്റം ആ സെയിം പേജുകാർ, ഷീ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം പേജുകാർ തന്നെ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരതെനിക്ക് പെട്ടെന്ന് ചെയ്ത് തരിക ചെയ്തത് കേട്ടോ. കാരണം എനിക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കതിന് ഒരുപാട് താങ്ക്സ് അവരോട് പ്രത്യേകം പറയാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ രാവിലെയാണ് അതിക്ക് കൊടുന്ന് തന്നത്. കൊളാബിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇത് അവരുടെ ഇഷ്ടത്തിന് തന്നാൽ മതി. പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് അവരറിഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് അത് സൂര്യക്ക് ഇത് ഫംഗ്ഷൻ ഉപയോഗം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങോട്ട് വേഗം കൊടുന്ന് രാവിലെ അത് എത്തിച്ച് തന്നതാട്ടോ. അങ്ങനെ ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ ആര്യം ആദർശം അവരൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇങ്ങോട്ട് അടുത്തല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിറ്റേന്നാട്ടാ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തേജപ്പം എന്താ അങ്ങനെ മാറി നിൽക്കണമെന്ന് വെച്ചാൽ എല്ലാവരും അതെ തേജുവിനെ കണ്ടപ്പോൾ കളിയാക്കാട്ട് നിന്നിട്ട് ഇത് ഏതത് കോഴിക്കുട്ടിയാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാട്ട. അപ്പോൾ ചേട്ടനൊക്കെ ഇതേ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ചേട്ടനും വല്യമ്മയും സെയിം കളറായി, ഇവർ മാച്ചായിട്ടോ. ഞങ്ങൾ പറയുന്നുണ്ട് ഇത് രണ്ടാളും മാച്ചായില്ലോ എന്ന്. പക്ഷെ ഇത് പ്ലാൻഡ് അല്ല കേട്ടോ, ഇവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എടുത്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാ തോന്നുന്നു. വല്യമ്മയാണെങ്കിൽ ഇത് ആരുടെ മുടി വെട്ടിയതൊക്കെ നോക്കിയിട്ടായിരുന്നു പറയുന്നുണ്ട്. കുട്ടിയുടെ മുടിയൊക്കെ നല്ല ഇതായി കൊഴിഞ്ഞിട്ട് പോയില്ലോ, നല്ല കുറഞ്ഞേക്കണു, ഇനി ശ്രദ്ധിച്ചോ മുടിയൊക്കെ വെട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ചെന്ന് അകത്ത് നോക്കി. ഇത് എൻഗേജ്മെൻറ്റിന് കൊടുക്കണ്ടേ നമുക്ക് ഡ്രസ്സും അല്ല പൊടാവ കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെന്ന് നോക്കി. പിന്നെ ഇതേ ചേട്ടനും എല്ലാവരും ചായ കുടിക്കുകയായിരുന്നു. 8:15 8:30 കണ്ടോ വണ്ടി വരിക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇതേ പിന്നെ നമ്മുടെ കുഞ്ഞു ടീമുകളൊക്കെ വരുന്നുണ്ട്. മാളു ടീംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാളു, ആദു, അച്ചു, മാളുവിൻ്റെ അമ്മ, അനിയൻ എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചു മാളു ആരാന്ന് ചോദിച്ചു വരുന്നുണ്ട്. മാളു എൻ്റെ പാപ്പൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് മാളു. പിന്നെ അതുപോലെ അച്ഛൻ്റെ പെങ്ങളുണ്ട്, പെങ്ങളുടെ മക്കളാണ് ആദു, അതുപോലെ തന്നെ നമ്മുടെ അർച്ചന, അവരൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറണേക്കാൻ മുന്നേ കുറച്ച് വീഡിയോസ് എടുത്ത് പ്രഹസനം കാട്ടിയില്ലെങ്കിൽ മോശമല്ലേ, അതിനല്ലേ നമുക്ക് ഒരു ഡ്രസ്സ് തന്നിരിക്കണത്. അപ്പോൾ അതിനൊട്ടും കുറവ് വരുത്തരുതല്ലോ. അപ്പോൾ ഞാൻ വേഗം മാളുവിനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ട് വിടുന്നു തന്നെ. കാരണം അവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാകുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും, ടയേർഡാവും, ആകെ മൊത്തം കൊള്ളാവും. അപ്പോൾ അതിനൊക്കെ മുന്നേ ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ മാളുവിനെ കൂടെ അവിടെ നിന്ന് ഇടിപ്പിച്ചു കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ നടക്കുകയാണ്. പിന്നെ ഈ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആര് മാത്രമേ ചുരിദാർ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയേണ്ടത് നിനക്കും ധാവണി എടുക്കാടുന്നില്ലടി എന്നൊക്കെ. അപ്പോൾ അവള് പറയുന്നത് നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉടുത്ത് വരുമ്പോഴാണ് എല്ലാവരും ധാവണി ആയത് കണ്ടത് കേട്ടോ. അത് ഞാനും ആളൊക്കെ കറക്റ്റ് മാച്ചായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയതാട്ടോ അത്. അപ്പോൾ അത് അമ്മായിയൊക്കെ പകുതിക്കുന്ന കയറിയത്. കാരണം ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ കടന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, ഇവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ധാവണി ആര് മാത്രമേ ധാവണി എടുക്കാത്തുള്ളൂ, ബാക്കി ഞങ്ങളെല്ലാവരും ധാവണി എടുത്തു. ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ല. ഞങ്ങളിങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ രാധികേച്ചി ധാവണി, എല്ലാവരും ധാവണി. അപ്പോൾ ഞങ്ങൾ അയ്യോ എല്ലാവരും ധാവണി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ആര് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല അഭിനയം എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓൾറെഡി ചാമേലിക്കാർ തന്ന കൊളാബിൻ്റെ ധാവണി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചതാടുന്നോടി ഞാൻ ധാവണി എടുക്കണേ, നിനക്ക് വേണോ, എൻ്റെ ഇവിടെ ഇരിക്കണ്ടേ, ഒരൊറ്റ വട്ടം അത് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടടി, ഞാൻ തടി വെച്ചിക്ക് വൃത്തി ഉണ്ടാവില്ല, ഇങ്ങനെ ഉരുണ്ട് പോലെ തോന്നുന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ അവൾ ചുരിദാർ എടുക്കട്ടെ ചെയ്തത്. പിന്നെ നമ്മളിത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. അപ്പോൾ ഇതേ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഞങ്ങൾ വേഗം ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇനി ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, പെങ്ങന്മാർ ഓരോന്ന് കൊടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ നമുക്ക് വെള്ളം കൊടുന്നു തന്നോട്ടെ. ഇത് എന്ത് വെള്ളം ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. മാളുവിനോട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താടി എന്ന് പറഞ്ഞപ്പോൾ മാളു ആയി നല്ല ഭംഗിയുണ്ട് ചേച്ചി, ഞാൻ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് സൂം ചെയ്തിട്ട് അവൾ എന്നെ വല്ലാണ്ട് അങ്ങോട്ട് സൂം ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മാളു വീഡിയോസൊക്കെ എടുത്തെന്നാൽ ഭയങ്കര എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവുമെന്ന് പറയില്ല, അതേപോലെ കേട്ടോ. എൻ്റെ മനസ്സിൽ കാണുന്ന പോലെ ആയിരിക്കും അവൾ എടുത്തു തരിക കേട്ടോ. പിന്നെ അതേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചടങ്ങുകളെ കുറിച്ച് എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ ചടങ്ങുകളുടെ കാര്യം വന്നിട്ടില്ല. ഞാൻ തന്നെ ഒരുപാട് ചടങ്ങൊക്കെ കണ്ടേക്കുന്നത് ആരുടെ മാരേജിനാട്ടോ. ഞങ്ങൾ പിന്നെ ചടങ്ങൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കുറേ പേര് എന്റെയും വിൻഷാറ്റിൻ്റെയും വെഡ്ഡിങ്ങിൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് തോന്നുന്നു കേട്ടോ. വെഡ്ഡിങ് ആൽബം, വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയണേ, ഞങ്ങൾക്ക് വെഡ്ഡിങ് ഫോട്ടോ പോലും ഇല്ല. കറക്റ്റ് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അതായത് ഞങ്ങളിങ്ങനെ എന്താ പറയുക, എൻ്റെ വീട്ടുകാരുടെ താല്പര്യം ഇല്ലാണ്ട് കല്യാണം കഴിച്ചതാണ് ഞാനും വിൻഷാറ്റിൻ്റെ വീട്ടുകാരായിട്ടാണ് നമുക്ക് കല്യാണം നടത്തി തന്നത് കേട്ടോ. ഒക്കെ പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഇല്ല. അപ്പോൾ അതേ ഇവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് പെൺകുട്ടീനെ ഇതേ സ്റ്റേജിമ കയറ്റിയിരുത്തി. പിന്നെ അതേ ചേട്ടനും അമ്മയും അവരൊക്കെ കൂടിയിട്ട് ഇതേ സ്റ്റേജിമ കയറുകയാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ചടങ്ങ് ചോദിച്ചാൽ മോതിരം മാറുന്നുണ്ട്, വള ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ചേട്ടൻ 15 ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, പൂവും പോയിട്ട് അടുത്ത വരവിനായിരിക്കും മാരേജ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അത് അവരുടെ ഫാമിലി കേട്ടോ, അതായത് പെൺകുട്ടിയുടെ ഫാമിലി, അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫാമിലി, അങ്ങനെയൊക്കെ നിന്നിട്ട് ചടങ്ങും കാര്യങ്ങളും. ഇതെന്താ നമ്മുടെ അത് കൊടുക്കില്ലേ, എന്താ ജാതകം കൊടുക്കില്ല, അതാട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ അതേ മോതിരം ഇടുന്ന ചടങ്ങാണ് കേട്ടോ അത്. അപ്പോൾ അതേ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നും പെൺകുട്ടിയുടെ പേര് അഞ്ജലി എന്നാണ് കേട്ടോ. അവരുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അമല ഹോസ്പിറ്റലില്ലേ തൃശ്ശൂർ കേച്ചേരി കഴിഞ്ഞിട്ട് അവിടെ ആയിട്ടാണ് പെൺകുട്ടിയുടെ വീട് വരുന്നത് കേട്ടോ. അങ്ങനെ അതേ ചടങ്ങും കാര്യങ്ങളും മോതിരിടലും എല്ലാതും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൈയടിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ ഫുള്ള് പാട്ടാണ് കേട്ടോ, ഒരുപാട് സോങ്ങാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയതിനെ കൊണ്ട് വെയ്യ ഡിലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഓടുന്നത് എന്താ നമുക്ക് എന്തെങ്കിലും റവന്യൂ കയറാൻ വേണ്ടിയിട്ടാണ്. കോപ്പിറൈറ്റ് വന്നാൽ നമുക്ക് റവന്യൂ കയറില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുത്തത് എൻ്റെ ചടങ്ങാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അനിയത്തിമാർ പെങ്ങന്മാർ ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ മൂത്തത് രാധികേച്ചിയാണ്. രാധികേച്ചി ഇതേ പുടവയും മാലയും പുടവയും എന്താ പറയുക പൂവൊക്കെ കൊടുത്തു. എൻ്റെ ഡ്യൂട്ടി ഫോൺ കൊടുക്കലായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയ ഫോണൊന്നല്ലേ, ഇതൊക്കെ ചേട്ടൻ വാങ്ങിയതാണ്. അപ്പോൾ അത് കൊടുക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. ആരും മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ മാളു ലാസ്റ്റ് ചെന്നിട്ട് വേറെ എന്തോ ഡ്രസ്സും ഐറ്റംസും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഓരോരുത്തർ ഞങ്ങൾക്ക് തന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്ത് ചടങ്ങുകളൊക്കെ നല്ല രീതിക്ക് ആക്കി കൊടുത്തു കേട്ടോ. അവസാനം ഇതേ കേക്ക് കട്ടിങ് ആണ്. അങ്ങനെ ഇതേ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തേജപ്പോൾ കുട്ടികളുടെ കൂടെ കയറി ഇരുന്ന് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കൽ കഴിഞ്ഞു കേട്ടോ. എനിക്ക് തേജുവിനെ വലിയ കാര്യമായിട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതേ പിള്ളേരുടെ കൂടെ നടക്കായിരുന്നു. പിന്നെ അടുത്തത് ഫുള്ള് ഇതേ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ കസിൻസ് എല്ലാവരും കയറി നിന്നു, ഞങ്ങളുടെ ടീംസ് എല്ലാവരും കയറി നിന്നു കേട്ടോ. ഇത് വീഡിയോ എടുക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൈകൊണ്ടൊക്കെ ഓരോന്ന് കാട്ടിയത്. പിന്നെ ഞാനൊന്ന് തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോഴേക്കും തേജപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. ആദ്യം സ്ഥലം പിടിക്കാൻ പോയി ഇരുന്നായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അതേ വിളമ്പി ആൾ കഴിക്കൽ തുടങ്ങിയിട്ട് എന്നോട് ഒന്നും ചെയ്തില്ല. അവ അതേ പിള്ളേരുടെ കൂടെ പോയിരുന്ന് കഴിക്കൽ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ മാളൂനും അച്ചുവിനും അതുവിനും 3 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചു, അതായത് വിൻഷാട്ടിൻ്റെ കൂടെ ഇരിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇവരാനെ പിടിച്ച് അവിടെ ഇരുത്തി, അവരാകുമ്പോൾ പിന്നെ ഒന്ന് നോക്കിക്കോളൂല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ തേജും ഉണ്ടായില്ല, അതാണ് വിറ്റ്. ഞങ്ങൾക്ക് അവൻ കഴിക്കായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് ഞാനും വിൻഷാട്ടിനും ഇവരും കൂടി നിന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്നെ ഭയങ്കര ട്രോളലാടന്നു കേട്ടോ. ഞാനിങ്ങനെ മുടി ഇതാക്കുമ്പോഴും യൂട്യൂബർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് കളിയൊക്കെ ചിരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് കാണുന്ന മ്ലാനത അല്ല, എന്താ ചമ്മലിട്ട. പിന്നെ ഇതേ ഞങ്ങളാണ് സ്വന്തം ഇതൊരു വലിച്ചൻ്റെ മക്കളാണ് കിരണും രാധികേച്ചും. എൻ്റെ അച്ഛൻ്റെ സ്വന്തം ചേട്ടൻ്റെ മക്കളാട്ടാ. മൂത്ത ചേട്ടൻ്റെ മക്കളാണ് ഈ വിൻദേട്ടനും വിഷ്ണേട്ടനും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ നിന്നു. പിന്നെ അളിയന്മാരൊക്കെ കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് നടന്നു കേട്ടോ. കിരണും വിൻഷാട്ടനും വിനീതേട്ടനും വിഷ്ണേട്ടനും ആദർശും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടാണ് അടുത്ത ഷൂട്ട്. പിന്നെ നിഖിലേട്ട കേട്ടോ, ഇത് രാധികേച്ചിയുടെ ഹസ്ബൻഡാണ്. നിഖിലേട്ടനും ഉണ്ണിയും എല്ലാവരും കൂടി നിന്നിട്ട് അവരുടെ വക കുറച്ച് ഫോട്ടോസ് എടുക്കലായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് എടുത്തതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കയറുമ്പോൾ വീഡിയോസ് എടുത്ത് തരാൻ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ നമ്മുടെ തേജപ്പനെ നോക്കുന്നുണ്ട് കേട്ടോ, അവൻ കഴിക്കുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പോൾ കുട്ടികളുടെ കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു കഴിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കഴിഞ്ഞതിന് ശേഷം ആ സെയിം സീറ്റിൽ തന്നെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. അല്ല തേജോ
ഫുള്ള് ചോറുണ്ടായിരുന്നു കുട്ടി. ബാക്കി വെച്ചോ? ബാക്കി വെച്ചു എന്നൊക്കെ കേട്ടോ ഗൈസ് പറയണത്. ലാസ്റ്റ് ഇപ്പുറത്തെ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇനി അവിടെ നിന്ന് എല്ലാം കട്ട് ചെയ്യാൻ പറ്റും. കഴിയണില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ മാളൂൻ്റെയും ഇവരുടെയും കൂടെ തന്നെ അവൻ കൈ കഴുകാനൊക്കെ പോയിട്ടാ. ഞങ്ങളിവിടെ ഫുഡൊക്കെ വിളമ്പി. ഇനി ഇതൊക്കെ മാറ്റണ്ടേ, അവർ കഴിച്ചതൊക്കെ മാറ്റിയിട്ട് നമുക്കുള്ളത് വിരിക്കണ്ടേ. അതൊക്കെ വിരിച്ചത് സാമ്പാർ, സദ്യ എല്ലാതും ഉണ്ട്. എല്ലാം പറയാൻ നിന്നത് പലതിൻ്റെയും പേരെനിക്കറിയില്ല, ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറിനാ നിൽക്കട്ടെ. അപ്പോൾ തേജു എന്തിനാ വന്നിക്കണെന്ന് വെച്ചാൽ, എന്തിനാ തേജു വന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ? അമ്മയുടെ എൻ്റെ പാപ്പ് എടുക്കാൻ വന്നിണ്ടാട്ടോ അവൻ. അതായത് നമ്മുടെ എന്താ പറയുക, ചിപ്സ് പോലത്തെ ഇല്ലേ, അത് ശർക്കര ഉപ്പേരി അതൊക്കെ എടുക്കാനാണ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. അത് മൊത്തം അവൻ തന്നെയായിട്ട് എടുത്തോണ്ടായത്. വാരി പോണ പോക്ക് ഞാൻ കണ്ടില്ല കേട്ടാ. അത് കഴിഞ്ഞത് അവൻ പോയി. പിന്നെ വേഗം അടുത്ത കുറച്ചും കൂടി വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ടാ. കാരണം അവിടുന്ന് കുറച്ച് എടുത്തു. ഇനി അത് മതിയായില്ല, കാരണം വീഡിയോസ് ഒന്നും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. പിന്നെ നല്ല സ്പോട്ട് കണ്ടപ്പോൾ മാള് പറഞ്ഞു വാ ചേച്ചി നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെയായിട്ട് വീഡിയോസ് എടുത്തായിരുന്നത്. അങ്ങനെ എൻ്റെ മാത്രമല്ല കേട്ടോ ഗൈസ്, ഞാൻ അവർക്കും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ, അപ്പോൾ അവർക്കുള്ളത് ഞാനും എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞതേ വണ്ടിയിൽ കയറിയിട്ട് ഇരുന്നിട്ട് പാട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഉള്ളത്. പൂമ്പ നമ്മൾക്ക് വണ്ടിയിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. കാരണം പൂമ്പ നമ്മൾ ഡാൻസും ഇതൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ ആകെ ഉഷ്ണിച്ച് ആകെ കോലം കെടും. ഫംഗ്ഷന് പൂവല്ലേ, ഇത് വരുമ്പോഴാകുമ്പോൾ നമ്മൾ നേരെ വെട്ടിക്കല്ലേ, കുറച്ച് കൊളായാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതേ പാട്ടൊക്കെ വെച്ചു പിള്ളേരിങ്ങനെ നീ ഇറങ്ങ് ഞാൻ ഇറങ്ങ് നീ കളിക്ക് ഞാൻ കളിക്കുന്നു പറഞ്ഞിട്ടുള്ള നിപ്പാടുന്നു കേട്ടോ. ലാസ്റ്റ് കിരൺ തന്നെ തോന്നുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. പിന്നെ ഓരോരുത്തരായിട്ട് കളിച്ച് തുടങ്ങി, പാട്ടൊക്കെ വെച്ചു. പിന്നെ അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടോ. എത്ര ദൂരം തോന്നിയില്ല. പറയും ഞാനും ഡാൻസ് കളിച്ചു, അമ്മയും ഡാൻസ് കളിച്ചു. ഓക്കെ, തേജും ഡാൻസ് കളിച്ചു, അമ്മയും കൂടി ഡാൻസ് കളിച്ചു കേട്ടോ. അവൻ പറയട്ടെ പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. കുറെ പേര് ചോദിക്കാറുണ്ട് തേജുവിന്റെ വോയിസ് കൊടുക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നമ്മൾ പല വീഡിയോസ് ഇടുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇട്ടേനൊരു കാര്യം ഉണ്ടാവില്ല. കുട്ടികളിലൊക്കെ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ കോപ്പിറൈറ്റ് ഇഷ്യൂ, മോണിറ്റൈസേഷൻ കട്ടാവുക, അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ വരും. അതാണ് നമ്മൾ തേജുവിന്റെ കൂടുതലും കൊടുക്കാത്തത് കേട്ടാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കാമല്ലോ തേജുവോ? ഇനി എന്തെങ്കിലും പറയാണ്ടോ? അപ്പൊ തേജു ആദ്യം അവിടെ ഇരുന്നു കേട്ടോ. കാരണം എന്താ അവന് നാണല്ലേ കേട്ടപ്പോ. അങ്ങനെ വിൻഷാട്ടിനും അമ്മ ഡാഷ് കളിച്ച പോയപ്പോ ഞാനും ഡാഷ് കളിച്ചു. അവ ഇരിക്കാടൊന്നുമില്ല, അമ്മ വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് വാടാ പറഞ്ഞിട്ട് വിളിച്ചപ്പോ തേജു എന്റെ കൂടെ വന്നു അല്ലേ. പിന്നെ കുട്ടിയുടെ നാണൊക്കെ മാറി. എല്ലാവരും നോക്കുമ്പോ ചെറിയൊരു നാണുണ്ടായിരുന്നു. ഒന്നാമത് അവന്റെ മുടിയുമ കളർ ചെയ്തപ്പോ എന്താ പറഞ്ഞേ, എല്ലാവരും അവനെ ശല്യം ചെയ്യാടുന്നു ഇത്ര. എന്തോ ഷമ്മാമ്മോട് പറഞ്ഞേ മുടിയുമ കളർ കണ്ടിട്ട് മുടിയിൽ കള്ളായപ്പോ അല്ലാണ്ട് ശല്യം ചെയ്ത് എനിക്ക് നടക്കാൻ പറ്റില്ല. അവന് നടക്കാൻ പറ്റണില്ല. അവന്റെ മുടിയത്തെ കളർ കണ്ടിട്ട് എല്ലാവരും അവനെ ശല്യം ചെയ്യാടുന്നു ഇത്ര. അതുകൊണ്ട് അവന് എൻഗേജ്മെന്റിനൊന്നും നടക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നൊക്കെയായിരുന്നു കിടന്ന് എണ്ണിപ്പറക്കി ഇടുന്നിട്ട്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞിടുന്നതാട്ടാ. പിന്നെ ഇത് എല്ലാവരും നല്ല ചാട്ടം തുള്ളലൊക്കെ ആയിരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നടന്നിട്ട്, വലിയ ഗ്രാൻഡ് ആയിട്ടുള്ളതല്ല. ചെറിയ രീതിക്ക് ഒരു എൻഗേജ്മെന്റ് കഴിച്ചിട്ടു. ഇനി ചേട്ടൻ 15 ദിവസത്തെ ലീവല്ലേ, ഇനി വരുമ്പോൾ നമ്മൾ മാരേജ് അടിപൊളിയൊക്കെയുള്ള പരിപാടി ഇരുന്നതുകൊണ്ട് കുറച്ച് ആളുകളിൽ ഒതുക്കി ചെറിയ രീതിക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ നമ്മൾ വീടെത്തിയിട്ട് നോക്കി എൻ്റെ കുട്ടീനെ ഉമ്മയ്ക്കാൻ പോവാൻ മാളൂല്ലേ വീണ്ടും. അല്ല പിന്നെ എൻ്റെ കുട്ടിയുടെ മുഖത്തൊക്കെ ഉമ്മ വെച്ചിട്ട് ലിപ്സ്റ്റിക് ആക്കുക. അപ്പോൾ കുട്ടി ഓടുകയാണ്, എൻ്റെ മുഖത്ത് ലിപ്സ്റ്റിക് ആവും പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ അവരിത് ഉമ്മയ്ക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ മാളു ഇവിടെ മൂക്കുമ്പോൾ കടിച്ചു എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ടില്ലേ. എവിടെയാ? മൂക്കിന്റെ ഉള്ളിലല്ല കേട്ടോ, മാള് മൂക്കിന്റെ മുകളിൽ കടിച്ചു ഇത്ര. കടിച്ചതാണ് ഉമ്മച്ചതാണ് എന്താണാവോ. ഒരു ചോപ്പ് പാടുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയണത് മാളു കടിച്ചതാന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങള് വീട്ടിലെത്തിയിട്ട് വലിയ മുറയ്ക്ക് പോകാൻ നിന്നില്ല. കാരണം നമുക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറേ നേരം കിടന്നു കേട്ടോ. കുറേ നേരം കിടന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അതായത് പട്ടാമ്പിക്ക് തിരിച്ചു പോണത്. ആര്യ അതേ കോഴിക്കോട്ടേക്ക് പോവുക കേട്ടോ. അതിനിടയ്ക്ക് തേജു ട്രൗസറിൽ എന്തോ ഒപ്പിച്ചു. തേജുയോ പറയട്ടെ, പറയട്ടെ എന്താ പറയട്ടെ. തേജു ട്രൗസറില് കാര്യങ്ങളൊക്കെ സാധിച്ചു ഉറക്കത്തിലാ തോന്നുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകി പഴയ ഡ്രസ്സ് ഇട്ടിട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഇത് ആര്യ കോഴിക്കോട്ടേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് അവൾ ഇറങ്ങി, ഞങ്ങളും ഇറങ്ങിട്ടോ. ഞങ്ങളൊപ്പം തന്നെയാണ്. അതായത് അവര് നെല്ലുവായ കൂടിയിട്ടല്ല പോവുക. അവര് നെല്ലുവായ നേരെ എരുമപ്പെട്ടി അങ്ങനെ പന്നിത്താടം കൂടി കയറും, ഞങ്ങള് പട്ടാമ്പി റോഡ് തിരിയും. അങ്ങനെയല്ല. അപ്പൊ അതുവരെ ഞങ്ങളൊപ്പാലോ. അപ്പൊ ഞങ്ങളൊപ്പം പോകുന്നുണ്ട്. അമ്മ ടാറ്റയ്ക്ക് തരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും വ്ളോഗ് എടുക്കേണ്ട തിരക്കില്ലാട്ടോ. കാരണം എൻ്റെ കയ്യിലും
ഫോണുണ്ട്, അവളുടെ കയ്യിലും ഫോണുണ്ടല്ലോ. അങ്ങനെ ഇത് നമ്മുടെ ഷോർട്ട് കട്ടാണ് കേട്ടോ. ഒരു അപ്പുറത്തെ സൈഡ് കാടാണ്. കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഹെൽമെറ്റ് വെക്കാറില്ലേ സൂര്യ, ഹെൽമെറ്റ് വെക്കാൻ. ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഹെൽമെറ്റ് ഊരുന്നിട്ട് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യാറ്. കുറെ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് അങ്ങനെ കാണിക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് ഒരു ഹെൽമെറ്റ് ഉണ്ട്. എൻ്റെ ഹെൽമെറ്റിന്റെ കളറാണ് പിങ്ക്. അല്ല തേജുവാ, പിങ്ക് കളർ ഹെൽമെറ്റ്. അച്ചട കളർ ബ്ലാക്ക്. തേജുപ്പിന് ഹെൽമെറ്റ് ഇല്ല കേട്ടോ. തേജുവിന് ഹെൽമെറ്റ് ഇല്ല, അതുള്ള കാര്യമാണ്. അയ്യോ നമ്മുടെ ആര്യതേ പോയി കേട്ടോ, ഞാനത് പറയാൻ മറന്നു. ആര്യതേ പോയി, ആ സൈഡിക്ക് ആര്യ പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോയി. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇതേ കറുവത്തൂർ ഇറങ്ങി കേട്ടോ. കറുവത്തൂർ ഇറങ്ങിയിട്ട് ഇവിടെ തട്ടുകടയിൽ കയറിയിട്ട് തേജുവിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. കാരണം അവൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമുക്ക് സദ്യ ഇടുന്നു കേട്ടോ. കാരണം ജാതകം കൈമാറ്റം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സദ്യ ഉണ്ടായിരിക്കുക. ഇവൻ ബിരിയാണി ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഇതിൽ വന്നതായിരുന്നു. അപ്പോൾ ബിരിയാണി കിട്ടിയില്ലല്ലോ, അപ്പോൾ പറയണ്ട വെച്ചാൽ ബിരിയാണി വേണം, ഞാൻ ബിരിയാണി ഉണ്ടാവും എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് കുറച്ച് ബിരിയാണി റൈസ് വാങ്ങിയിട്ടാ. പിന്നെ നമ്മുടെ അമ്പലക്കുളം എത്തി, നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെയാണെങ്കിൽ നിറച്ച് പിള്ളേർ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിലെത്തി മേലെഴുകി വിളക്കൊക്കെ കൊളത്തി അങ്ങനെ കുറേ കഴിഞ്ഞു. പിന്നെ ഏകദേശം 7-8 മണിക്ക് ആവാറായി ഉണ്ടാവും കേട്ടോ. ഈ സാധനം ഇങ്ങനെ ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിക്കില്ലേ. അപ്പോൾ തേജു പറഞ്ഞു അമ്മയെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്തു കൊടുത്തു കേട്ടോ വിൻഷേട്ടൻ. ഞാൻ എന്തോ വീഡിയോ എഡിറ്റ് ചെയ്യായിരിക്കുമായിരുന്നു, അപ്പോൾ വിൻഷേട്ടൻ അവൻ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. അവൻ്റെ കൂടെ ഞങ്ങളും ഇതേ ബിരിയാണി, വിൻഷേട്ടൻ പൊറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂടി ഞങ്ങൾ ഇതേ കഴിക്കായിരുന്നു. അങ്ങനെ രാത്രിത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാട്ടോ ചെയ്തത്, വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം തോന്നിയിട്ടോ. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വീർത്തുണ്ടായിരുന്നു. ആകെ മൊത്തം ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഇതേ രാത്രി ഞങ്ങൾ കളി കാണാം കേട്ടോ. വിൻഷേട്ടൻ കളി കാണാൻ ഇടയിലൊന്നും ഞാൻ ഒരുപാട് ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് എടുത്തു എന്നുള്ളൂ. അപ്പോൾ വിൻഷേട്ടൻ കളി കാണുകയാണ്. നമ്മളിത് വാതിലൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ കിടക്കാൻ നോക്കുക കേട്ടോ. ഇവരിനി കളി കണ്ട് തേജു ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരിക്കും, കുറച്ച് നേരം വിൻഷേട്ടൻ്റെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ വിൻഷേട്ടൻ വന്നതിന് ശേഷം അവനും കിടന്ന് ഉറങ്ങാറുള്ളൂ കേട്ടോ. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയെ. അങ്ങനെ ഇതേ ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നു നമ്മുടെ ഡ്രസ്സ് കേട്ടോ, കൊളാബിൻ്റെ ഡ്രസ്സാണ്. കൊളാബിൻ്റെ ആകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കൊളാബ് ഡ്രസ്സ് എന്ത് ചെയ്യുമ്പോഴും നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമായിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പം എൻ്റെ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരാം. ആ ധാവണി പൊള്ളി ധാവണിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഡ്രസ്സ് കോമ്പിനേഷൻ ആയിക്കോട്ടെ, കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എല്ലാം സൂപ്പറായിട്ടാണ് കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതായത് ബ്രൈഡ്സിനൊക്കെ എടുക്കാൻ പറ്റും, അത് നമുക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ.